ഫോംസ് ഓഫ് മാർക്കറ്റ്. ഫോംസ് ഓഫ് മാർക്കറ്റിൽ എന്താ പറയണേ? ഒരു സാധനത്തിൻ്റെ വാങ്ങലിനും വിൽപ്പനയ്ക്കും വേണ്ടി വാങ്ങുന്നവരും വിൽക്കുന്നവരും പരസ്പരം ബന്ധപ്പെടുന്ന മുഴുവൻ വിപണിയെയാണ് എന്ത് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പോളത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ, ക്രയവിക്രയത്തിനുള്ള സാധനവും അത് കൈമാറ്റം നടത്തുന്നതിനുള്ള വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും എണ്ണമാണിത്. ഇത് കൂടാതെ സാധനത്തിൻ്റെ ചലനാത്മക കമ്പോളത്തെ പറ്റിയുള്ള അറിവ് തുടങ്ങിയവയും കമ്പോളം, അതായത് എന്താണ് മാർക്കറ്റ്, ഏത് തരത്തിലുള്ളതാണെന്ന് തീരുമാനിക്കാൻ കണക്കിലെടുക്കേണ്ടതാണ്. അപ്പോൾ പലതരത്തിലുള്ള മാർക്കറ്റ്സ് ഉണ്ട്. മോണോപോളി ഉണ്ട്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട്, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഉണ്ട്, ഒളിഗോപോളി ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആദ്യം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് നോക്കാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പൂർണ്ണ മത്സരം അല്ലെങ്കിൽ എന്താണ് സമ്പൂർണ്ണ കിടമത്സരം എന്ന് പറയുന്നത്. അപ്പോൾ വിൽപ്പനക്കാർക്കും നിയന്ത്രണമില്ലാത്തതും ചോദനപ്രദമാണ്, അതായത് ഡിമാൻഡ് സപ്ലൈ ശക്തികളാൽ സ്വയം നിയന്ത്രിക്കപ്പെടുന്നതുമായ ഏത് തരം കമ്പോളം എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിട്ട് പറയാവുന്നതാണ്. അപ്പം അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താ? ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് ഉണ്ടായിരുന്നതായിരിക്കും. പിന്നെന്താണ് അടുത്ത പോയിന്റ് എന്താണ്? ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഡീസൽ, പെട്രോള് ഇതൊക്കെ അതിൽ വരുന്നത്. പിന്നെ എന്താ? പെർഫെക്റ്റ് മൊബിലിറ്റി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഗുഡ്സ്. പിന്നെ എന്താ? ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. പെർഫെക്റ്റ് നോളജ് ഓഫ് ദ മാർക്കറ്റ്, അതായത് അവിടെ വാങ്ങിക്കാൻ പോകുന്ന ആൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിരിക്കും. ട്രാൻസ്പോർട്ടിൻ്റെ ചെലവിൻ്റെ അഭാവം. വില ഒന്നായിരിക്കണമെങ്കിൽ ട്രാൻസ്പോർട്ട് ചെലവ് വിലയിലെ ഘടകമായി മാറുന്നില്ലെന്ന് സങ്കല്പിക്കേണ്ടതുണ്ട്. അടുത്താണ് മോണോപോളി. മോണോപോളി എന്ന് കേൾക്കുമ്പോൾ എന്നെ കുത്തകയാണ്, അതായത് മോണോ എന്ന് വെച്ചാൽ ഒന്നാണ്, പോളി എന്ന് വെച്ചാൽ എന്താണ്? വിൽപ്പനക്കാരൻ, ഒറ്റ വിൽപ്പനക്കാരൻ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. എന്താണ് മോണോപോളി മാർക്കറ്റിൽ? അതിനാൽ മോണോപോളി അഥവാ ഒറ്റ വിൽപ്പനക്കാരൻ എന്നാണ് അർത്ഥം. ഒരു സാധനത്തിൻ്റെ സപ്ലൈ മുഴുവനും ഒരേ ഒരു വിൽപ്പനക്കാരന് അഥവാ സ്ഥാപനം നിയന്ത്രിക്കുന്ന മാർക്കറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു എന്താ ഇപ്പം റെയിൽവേ എന്ന് പറയുന്ന റെയിൽവേ മാത്രമേ ഉള്ളൂ, അത് വേറെ ഒന്നുമില്ല. അപ്പം അതെന്താണ്? അതൊരു മോണോപോളിയാണ്. ഒരു ഉൽപ്പന്നത്തിന് ഒരു ഉൽപ്പാദകൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അടുത്ത പ്രതിസ്ഥാന വസ്തുക്കൾ വേറെ ഉണ്ടാവില്ല. അതായത് റെയിൽവേ മാത്രമേ ഉള്ളൂ. റെയിൽവേക്ക് സമാനമായിട്ട് എന്തെങ്കിലും ബസ്സുകാർ അങ്ങനെയല്ല. റെയിൽവേ എന്ന് പറയുന്നത് ഒറ്റൊരു ഇതിൽ വരുന്ന ഒന്നാണ്. അടുത്താണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, കുത്തക മത്സരം. അടുത്ത പ്രതിസ്ഥാന വസ്തുക്കളാവുന്ന വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒട്ടേറെ സ്ഥാപനങ്ങളുള്ളപ്പോൾ അവ തമ്മിൽ നടത്തുന്ന മത്സരത്തിൻ്റെതായ സ്ഥിതിവിശേഷണത്തിനാണ് എന്ത് കുത്തക മത്സരം എന്ന് പറയുന്നത്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. അവിടെ എന്താ? ധാരാളം ഉൽപാദകരും വാങ്ങുന്നവരും ഉണ്ടായിരിക്കും. പിന്നെ മറ്റേ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ എന്താണ്? ധാരാളം ഉൽപാദകരും വാങ്ങുന്നവരും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ എന്താണ്? പ്രൊഡക്ഷൻ ഡിഫറൻസിയേഷൻ ആയിരിക്കും. മറ്റേത് ഹോമോജീനിയസ് പ്രൊഡക്റ്റാണ് പറഞ്ഞത്. ഇവിടെ എന്താ? പ്രൊഡക്ഷൻ ഡിഫറൻസിയേഷൻ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഉൽപാദകർക്ക് വിപണിയിൽ പ്രവേശിക്കുന്നതിന് പുറത്ത് പോകുന്നതിനും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഫ്രീ എക്സിറ്റ് എൻട്രി ആയിരിക്കും. വിൽപ്പന ചെലവുകൾ ഉണ്ടായിരിക്കും. പിന്നെന്താണ്? ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും കമ്പോളത്തെക്കുറിച്ചും വിലയെക്കുറിച്ചും പൂർണ്ണ അറിവുണ്ടായിരിക്കുകയില്ല. വില വ്യത്യസ്തമായിരിക്കും. ഗതാഗത ചെലവുണ്ടായിരിക്കും. ഗവൺമെന്റ് നിയന്ത്രണം ഉണ്ടായിരിക്കും. പിന്നെന്താണ്? ഡിമാൻഡ് കർവ് താഴേക്ക് ചെറിഞ്ഞിരിക്കും. അടുത്താണ് ഒളിഗോപോളി എന്ന് പറയുന്നത്. ഒളിഗോപോളി എന്ന് പറയുന്നത് വിൽപ്പനക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. കുറച്ച് എന്നർത്ഥം വരുന്ന ഒളിഗോ എന്നതിനാണ് ഒളിഗോപോളി വന്നിരിക്കുന്നത്. അപ്പോൾ ഒരേ തരത്തിലുള്ള അല്ലെങ്കിൽ അല്പം വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരിക്കുന്ന ഒരു കമ്പോള രീതിയാണ് ഒളിഗോപോളി എന്ന് പറയുന്നത്. വിൽപ്പനക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഉൽപ്പന്നം ഏകജാതീയമോ ചെറിയ വ്യത്യാസമുള്ളതോ ആകാം. പ്രവേശനം എന്താണ്? ഫ്രീ ആയിരിക്കും അല്ലേ? വിൽപ്പന ചിലവ് എന്താണ്? കൂടുതലായിരിക്കും ഒളിഗോപോളിയിൽ.
ഉൽപാദന യൂണിറ്റുകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് അവ തമ്മിൽ എന്താണ് പരസ്പരം ബന്ധം ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെന്താ, ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും? അത് നിർണ്ണയിക്കാൻ സാധിക്കില്ല. ഉൽപാദന യൂണിറ്റുകൾ വില നിർണ്ണയിക്കുന്നയാളായിരിക്കും ഉൽപാദന യൂണിറ്റുകൾ. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഒളിഗോപോളി ഉണ്ട്. കൊളീസീവ് ഒളിഗോപോളി ഉണ്ട്, നോൺ കൊളീസീവ് ഒളിഗോപോളി ഉണ്ട്. അപ്പോൾ ഈ കൊളീസീവ് ഒളിഗോപോളി എന്താണെന്ന് നോക്കാം. കൊളീസീവ് ഒളിഗോപോളിയിൽ ഒളിഗോപോളിക്ക് കീഴിലുള്ള സ്ഥാപനങ്ങൾ പരസ്പരം സഹകരിക്കാനും എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതുവായിട്ടുള്ള നയങ്ങൾ നൽകാനും തീരുമാനിച്ചേക്കാം. അങ്ങനെ കമ്പനികൾ പൊതുവായ വിലനിർണ്ണയ നയങ്ങൾ പരസ്പരം ഒത്തുചേർന്ന് പൊതുവായ ഔട്ട്പുട്ട് തീരുമാനങ്ങൾ എടുക്കാം. സ്ഥാപനങ്ങളുടെ ഗ്രൂപ്പിന് ഒരു കുത്തികയെ പോലെ പെരുമാറാനും മികച്ച ലാഭം നേടാനും എന്ത് കഴിയും? ഒരു കൂട്ടുകെട്ട് കമ്പനികളെ കാർട്ടൽ എന്ന് വിളിക്കുന്നത് ആണ് ഓർഗനൈസേഷൻ ഓഫ് പെട്രോൾ എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഒപെക്. അതായത് ഇപ്പോൾ കുറച്ച് ഉൽപ്പന്നങ്ങളിൽ നിന്ന് കുറച്ച് മൊണോപ്പൊളി അല്ല, കുറച്ചും കൂടി ഒരു ഇപ്പോൾ ഈ പെട്രോളിയം പോലത്തെ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് എന്താണ് വില നിശ്ചയിക്കുക. അല്ലെങ്കിൽ ഇവിടെ ഞാൻ പെട്രോളിൻ്റെ വില കൂട്ടി, മറ്റാളെന്ത് ചെയ്യും പെട്രോളിൻ്റെ വില അതിനേക്കാളും കൂട്ടി, അങ്ങനെ ഒരു മത്സരം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരുപോലെ ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗനൈസേഷൻസ് എല്ലായിടത്തും കൂടിയിട്ട് അവർ തമ്മിൽ ഒരു വില നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കൊളീസീവ് ഒളിഗോപോളി എന്ന് പറയുന്നത്. നോൺ കൊളീസീവ് എന്നെന്താണ്? സ്ഥാപനങ്ങൾ പരസ്പരം സഹകരിക്കാതെയും പരസ്പരം കടുത്ത മത്സരത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ വിപണിയെ നോൺ കൊളീസീവ് ഒളിഗോപോളി എന്ന് വിളിക്കുന്നു. സ്ഥാപനങ്ങൾ സാധാരണ ലാഭത്തിന്റെ നിലവാരത്തിലേക്ക് താഴും. ഇതാണ് നോൺ കൊളീസീവ് ഒളിഗോപോളി എന്ന് പറയുന്നത്.